ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. 127 സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കാം. 127 സങ്കീർത്തനം 1-ാമത്തെ വാക്യം 27:1. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യഹോവ പണിയുന്ന വീട്. യഹോവ പണിയുന്ന വീട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വീട് എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നതിൻ്റെ ബ്ലൂ പ്രിന്റ്, രൂപരേഖ ഉരുത്തിരിഞ്ഞു വന്നത് എവിടെയാണ്? ആദ്യം അത് നല്ലവനായ പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. മനുഷ്യനോട് പറഞ്ഞു ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു തക്ക തുണയെ അവന് കൊടുത്തു. അങ്ങനെ കുടുംബജീവിതം ആദാമും ഹവ്വായും തുടങ്ങി. എന്ത് സൗഹാർദ്ദത്തിലാണ് അവർ ജീവിച്ചത്. ഏദൻ പറുദീസയിൽ പിതാവാൻ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൽ എല്ലാത്തിനെയും അടക്കി വാഴുവാൻ തക്കവണ്ണം അധികാരത്തോടെ ദൈവ തേജസ്, ദൈവ സാദൃശ്യം, ദൈവസ്വരൂപം ഉള്ളവരായി അവർ ജീവിച്ചു പോന്നു. അങ്ങനെ ദൈവം യോജിപ്പിച്ചു. അതാണ് മർക്കോസ് 10:9 പറയുന്നത്. മനുഷ്യവർഗത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം അത് നമ്മുടെ ആരുടെയും കാര്യപരിപാടിയല്ല. ഒന്ന് വായിച്ചേ, 10-ാം അധ്യായം മർക്കോസ് 10:9 വായിച്ചേ. ഇരുവരും ഒരു ദേഹമായി തീരും, അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ. മത്തായി 19:5 കൂടെ വായിക്കാവൂ. ആകയാൽ ദൈവം യോജിപ്പതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളെല്ലാവരും കേട്ടോ? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ശബ്ദമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്തു വലിയ പ്രാധാന്യമാണ് ഈ കുടുംബത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതും ദൈവത്തിൻ്റെ കാര്യപരിപാടിയും ആയതുകൊണ്ട് സാത്താൻ്റെ പ്രധാന ആക്രമണ സ്ഥാനം വീടാണ്. അവനാദ്യം പോകുന്നത് മറ്റ് പ്രാർത്ഥനാ കൂട്ടത്തിലേക്കൊന്നുമല്ല. കുടുംബം തകർത്താൽ, ആദ്യത്തെ പള്ളിക്കൂടം കുടുംബമാണ്, അപ്പോൾ പിന്നെ തലമുറകളെയും തകർക്കാം എന്നവന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനിത് കേട്ടിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ കൂട്ടായ്മയിൽ വചനത്തിൽ കൂടി പ്രബോധനം നൽകുന്ന ഒരു വിഷയമാണ് കുടുംബ സമാധാനം. കുടുംബവുമായി ബന്ധപ്പെട്ട് വചനത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരു കാര്യവും പറഞ്ഞു തരാൻ എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവമക്കളെ, പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ പലരും പരാജയമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. സമാധാനം എന്ന് പറയുന്നത് ഹോം മെയ്ഡാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊന്ന് തുടങ്ങിയേ മതിയാകുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും അറിയാവുന്ന ഒന്ന് ചിന്തിച്ച് നോക്കി. പുതിയ നിയമത്തിൽ തന്നെ കുടുംബത്തിൻ്റെ പ്രാധാന്യം വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നത് തന്നെ എവിടെയാണ്? വീട്ടിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, അടയാളങ്ങളുടെ ആരംഭമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എവിടെ വെച്ചാണ്? ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ്. അത് തന്നെ എന്ത് ചിന്തിക്കേണ്ട കാര്യം അറിയാമോ? കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി വന്ന് സംബന്ധിച്ച് അനുഗ്രഹിച്ചത് ഏതാണ്? പള്ളിപ്പെരുന്നാളൊന്നുമല്ല, ഒരു കല്യാണമാണ്. ദൈവത്തിന് സ്തോത്രം. കുറവ് പരിഹരിക്കാൻ അവിടെയും കുറവുണ്ടായിരുന്നു. കർത്താവ് കുറവ് പരിഹരിച്ചു. അതുകൊണ്ട് വലിയ പ്രാധാന്യമാണ് കർത്താവായ യേശുക്രിസ്തു കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ അടയാളം നടന്ന സ്ഥലം നിങ്ങൾക്കറിയാം. അവസാനത്തെ അടയാളം ആദ്യം പച്ചവെള്ളം വീഞ്ഞാക്കി, പിന്നീട് വീഞ്ഞെന്താക്കി? എൻ്റെ രക്തമാക്കി. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അതെവിടെയാണ്? പെസഹായിലാണ്. ആ പെസഹ ആചരിക്കുന്ന എവിടെ വെച്ചാണ്? ഒരു വീടിൻ്റെ മാളിക മുകളിൽ വെച്ചാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സഭയുടെ തുടക്കം എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? പൊന്തിക്കുസ്തിയാണ്. അഗ്നി പിളർന്ന അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? അതുവരെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതും ദൈവമക്കളൊരു ഭവനത്തിൽ ഒരു മുറിക്കകത്ത് കൂടിയിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ.
എല്ലാറ്റിലും ഉപരിയായി എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്ക് സ്വർഗരാജ്യത്തെ ഊർമ്മിച്ചിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനം. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ, ഞാൻ വലിയ പ്രസംഗരുവാണ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശുദ്ധ സ്ഥലം, ദൈവാലയം പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് വീടാണ്. ആ വീടിൻ്റെ അന്തരീക്ഷം ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവായ യേശുക്രിസ്തു ഭവനത്തെ മറക്കുന്നില്ല. യോഹന്നാസ്ലീഹായെയും കന്യാമറിയാമിനെയും കണ്ടുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയും മകനും, കുടുംബമാണ് അവിടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ മറക്കുകയോ ഇനി അത് മക്കളെ? എൻ്റെ കുടുംബം ഇതുവരെ സ്നേഹനിമിത്തമായിരുന്നില്ല എങ്കിൽ ദൈവത്തിന് ഇത്രയും പേരൊന്ന് തീരുമാനിച്ചാൽ പോരെ? വിട്ടുവീഴ്ചയോടെ, സമാധാനത്തോടെ, സ്നേഹനിർഭരമായ ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ചില ലക്ഷണങ്ങൾ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാറേ, എന്തെല്ലാമാണ് ഒരു കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ? വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞുതരാം. ഒരു നല്ല കുടുംബം, സ്വർഗം സന്തോഷിക്കുന്ന ഒരു കുടുംബം, സ്വർഗം പ്രസാദിക്കുന്ന ഒരു കുടുംബം. അവിടെ യേശുവുള്ള ഭവനം എഴുതി വെച്ചാൽ പോരാ, യേശു ഈ കുടുംബത്തിൻ്റെ നാഥനെന്ന് എഴുതി വെച്ചാൽ പോരാ. ഈ യേശു കുടുംബത്തിൻ്റെ നാഥനായി വരണമെങ്കിൽ ഈ കുടുംബം എങ്ങനെയെല്ലാം നാം കാത്തു സൂക്ഷിക്കണം. ഒരു മാതൃകാ കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെ വായിച്ച് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എടുത്തു പറയുന്ന ഒരു ഉപമയുണ്ട്, വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വായിച്ചു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഒരു വീട് പാറമേൽ അടിസ്ഥാനമിട്ടത്, പ്രകൃതി ശക്തികൾ ശരിക്കും അതിനെതിരായി പോരാടി, പക്ഷേ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അത് വീണില്ല. അടുത്ത വാക്യം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ട്, 2 വീടുകൾ നിങ്ങൾ മനസ്സിൽ കണ്ടു. അടുത്തടുത്താണ് 2 വീട്. കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയാണ്. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യമാണത്. ഒരു വീടിന് 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് മണ്ണിനടിയിലുള്ളതായിരിക്കുന്ന ഫൗണ്ടേഷൻ, അടിസ്ഥാനം. ഒന്ന് മണ്ണിന് മേളിലുള്ളതായിരിക്കുന്ന സൂപ്പർ സ്ട്രക്ചർ, ഉപരിസൗധം. ഈ ഉപരിസൗധം നിലനിൽക്കാൻ കാരണം എന്താ? അത് അടിസ്ഥാനത്തിൻ്റെ ഉറപ്പാണ്. അടിസ്ഥാനത്തിൻ്റെ ഉറപ്പാണ്. നമ്മളെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ കടം മേടിച്ചാണെങ്കിലും വേണ്ടില്ല, ആര് കണ്ടാലും കൊള്ളാമെന്ന് പറയാൻ തക്കവണ്ണം വീടുകൾ പണിയുന്നതായ, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് നിലനിൽക്കണമോ? സമാധാനത്തോടെ നിങ്ങൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകണമോ? കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പാറമേൽ അടിസ്ഥാനം ഇട്ടതായിരിക്കണം. ഇളകാത്ത പാറയും ഇരിയാത്ത ചിഗരവും. ആ പാറമേൽ വേണം വീട് പണിയാൻ. ഏതാണ് ഈ പാറ? വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് വചനപ്രകാരമുള്ളതായ ഒരു ജീവിതം, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടതായ ജീവിതം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയും, ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, കൈവെക്കാനൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പാറമേൽ എൻ്റെ വിശ്വാസത്തിൻ്റെ കാൽ ഉറപ്പിച്ചാണ് എൻ്റെ മുന്നോട്ടുള്ള ഗമനം. ബോധ്യമുണ്ടോ നിങ്ങൾക്ക്? ബാക്കി എന്ത് മാറിപ്പോകട്ടെ, ഞാൻ ഈ കാലങ്ങളിൽ ഉറച്ചിരിക്കുന്നൊരു കാര്യമാണ്. സകലതും കൂട്ടായ്മ മാറിപ്പോകും, നടത്തിയവർ മാറിപ്പോകും, നടത്തുന്നവർ മാറിപ്പോകും, പണമില്ലാത്തവരുണ്ടാവും. കൂട്ടായ്മയിൽ തന്നെ പ്രവർത്തനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ യേശു എന്ന് പറയുന്ന മാറ്റമില്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. എന്ത് ധൈര്യമാണെന്നറിയാമോ പാവപ്പെട്ട അടിയൻ ആ കാര്യം പറയാൻ? ഹല്ലേലൂയ. ചാരാൻ കൊള്ളാവുന്ന ഒരു പാറ, അടിസ്ഥാനമിടാൻ കൊള്ളാവുന്ന ഒരു പാറ, കൈവിടുകയില്ലാത്തതൊരു പാറ, കരുതുന്ന ഒരു പാറ.
അതിലെ നോക്കിക്കൊണ്ട് ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉപനിധി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ടു ഹിം. ഞാൻ അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൈമാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാറമേൽ അടിസ്ഥാനമിട്ടതല്ല എങ്കിൽ, മണൽമേലാണെങ്കിൽ, സമ്പത്തിൻ്റെ മേലാണെങ്കിൽ, പ്രതാപത്തിൻ്റെ മേലാണെങ്കിൽ, ഡിഗ്രിയുടെ മേലാണെങ്കിൽ, വിദേശ ജോലിയുടെ മേലാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ, തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് വചനത്തിൽ അടിസ്ഥാനമിട്ടതായ കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറമേൽ ഓരോ വീടും അടിസ്ഥാനമിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. യേശുക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് വീട്, അതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30 മുതലായിരിക്കുന്ന വാക്യങ്ങൾ 30 മുതൽ 34 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30 മുതൽ 34 വരെ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. വായിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. വായിച്ചു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. എല്ലാവരും കേട്ടെ. ഒന്നാമത്തെ കാര്യം അടിസ്ഥാനം. കുടുംബ സമാധാനം വേണോ? അടിസ്ഥാനം യേശു ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീടടക്കം വിശ്വസിക്കുന്ന ഒരു കുടുംബം, അത് കാരാഗ്രഹ പ്രമാണിയുടേതാണ്. ആ വ്യക്തി തന്നെ മാനസാന്തരപ്പെട്ടു, ജീവിതത്തിൽ മാറ്റം വന്നു, തെളിയിച്ചു. അവരുടെ മുറിവുകളെല്ലാം കെട്ടി വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ കൊടുത്തു, വചനം കേട്ടു, സകലരും മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വീടടക്കം എത്ര പേരുണ്ട് അത്രയും പേര് കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകനിൽ വ്യക്തിപരമായി വിശ്വാസം അർപ്പിച്ചവരായിരിക്കണം. അങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരും? നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വീടടക്കം വിശ്വസിക്കുന്ന മക്കൾ. എൻ്റെ അപ്പനും അതെ, എൻ്റെ അമ്മയും അതെ, എൻ്റെ വല്യമ്മയും അതെ, എൻ്റെ മക്കളും അതെ, ഞാൻ കെട്ടിച്ചു വിട്ടിരിക്കുന്ന ഈ മക്കളുടെ കുടുംബം അതെ, എല്ലാം അതെ. കാരണം അറിയാമോ, അവിടെ ആരെങ്കിലും ഒരാൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവും. ഒരാളൊരു സത്യവിശ്വാസിയായിരിക്കും. തീമോത്തിയോസിനെ എഴുതിയ ലേഖനത്തിൽ 2 തീമോത്തിയോസ് 1 ഈ വിശ്വാസത്തിനൊരു പ്രത്യേക ഒഴുക്കുണ്ട്. മാരകമായ ചില പകരുന്ന രോഗം, ഒരു ചിലപ്പോൾ മാനസികമായ രോഗം, അത് മക്കളിലേക്ക് വരും, അല്ലെങ്കിൽ കൊച്ചുമക്കളിലേക്ക് വരും എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു വിശ്വാസത്തിന് മനോഹരമായൊരു ഒഴുക്കുണ്ട്. വായിച്ച് 2 തീമോത്തിയോസ് അല്ലേ, 2 തീമോത്തിയോസ് 1:4 മുതലുള്ള വാക്യം വായിച്ച്. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. തീമോത്തിയോസിന്റെ നിർവ്യാജമായ വിശ്വാസം, ഹല്ലേലൂയ, ദി ഇന്നസെന്റ് ഫെയ്ത്ത്, കളങ്കമില്ലാത്ത വിശ്വാസം, മറ്റൊന്നിലേക്കുമല്ല, വിശുദ്ധന്മാരിലേക്കോ മറ്റ് ചടങ്ങുകളിലേക്കോ ഒന്നും ചാഞ്ഞു പോകാതെ കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയതായ ക്രൂശിനെ മാത്രം ആധാരമാക്കിയുള്ളതായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം, എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നുള്ളതായി മാറ്റമില്ലാത്ത വിശ്വാസത്തിൻ്റെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. അത് മോനെ നിനക്കുണ്ട്. അത് പൗലോസ്ലീഹയ്ക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ നിന്റെ വിശ്വാസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും, പേര് പോലെ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്, ഒരു പാവപ്പെട്ട സ്ത്രീ. ആദ്യം ആ വിശ്വാസം നിന്റെ വല്യമ്മ ലോവീസിലും, അമ്മയുടെ അമ്മ ലോവീസിലും, അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടോ? അത് വല്യമ്മയ്ക്കുണ്ട്, അത് അമ്മയ്ക്ക് കിട്ടി, അമ്മ മകനും കൊടുത്തു. നമ്മുടെ കൂട്ടായ്മയിൽ അതൊന്ന് ഒഴുകി കിട്ടിയിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ കൊതി നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരുമോ?
നിങ്ങൾക്കൊക്കെ അല്പം വേദന വരുന്നില്ലേ മക്കളെ? എന്തീ മക്കളും കൊച്ചുമക്കളും വല്യപ്പനും വല്യമ്മൊക്കെ ആ ഒരു വിധത്തിലുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് വരാത്ത നിങ്ങൾക്കില്ല? ഒരു വെളിച്ചം വീട്ടിലുണ്ടെങ്കിൽ അത്രയും പ്രകാശം കുടുംബത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പടരുകയില്ലേ? ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്നു. തികഞ്ഞ ദ്രവ്യാഗരിയായിരിക്കുന്ന സക്കായി, ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 19 എടുത്തേ. സക്കായി ഒരാൾ വിശ്വസിച്ചു, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക സത്യരക്ഷകനിൽ ശരിയായി വിശ്വാസം അർപ്പിച്ചു. 19:9 വായിച്ചേ. ഇവനും അബ്രാഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഈ വീടിന് രക്ഷ വന്നു. എൻ്റെ ദൈവമേ, ദൈവമക്കളെ, ദയവ് ചെയ്ത് ഞാൻ കെഞ്ചി അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ ഉള്ള നൊന്ത് വേദനിച്ച് എന്നോടൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ ഒരാൾ നിൽക്കാവോ കുടുംബത്തിൽ സമാധാനപുത്രനായിട്ട്, സമാധാനപുത്രിയായിട്ട്, വെളിച്ചമായിട്ട് നിൽക്കാമോ? അത്രയും ഇരുട്ട് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ലുദിയായും അവളുടെ കുടുംബവും രക്ഷ പ്രാപിച്ചു. 16-ാം അധ്യായത്തിൽ വീടടക്കം രക്ഷ പ്രാപിച്ചു. ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, വായിച്ച 16-ാം അധ്യായത്തിന്റെ 13. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തു പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തേര പട്ടണക്കാരിത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. വീടടക്കം ആനന്ദിച്ചു. കുടുംബം മുഴുവനായിട്ട് സന്തോഷത്തിലേക്ക് വന്നു. കാരണം ലുദിയ എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീ. അവിടെ ആ ഒരു കുടുംബം മാത്രമല്ല, ഒരു പാവപ്പെട്ട ചുമന്ന ചായം വിൽക്കുന്നതായ ആ സ്ത്രീ മാനസാന്തരപ്പെട്ടപ്പോൾ അവിടെ ഒരു സഭയുടെ വിത്ത് പാകുകയായിരുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വർഗം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വാക്ക് പറയാമോ? യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ. അടുത്ത വാക്കെന്താ? ഞങ്ങൾ യഹോവയെ. ഉറപ്പാണോ? വാക്ക് പറഞ്ഞാൽ പോരാ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒന്നാമത് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, യേശുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട വീട് ഓരോ വ്യക്തിയും. രണ്ടാമത്തെ കാര്യം, ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് വീടടക്കം വിശ്വാസമുള്ളതായ അംഗങ്ങൾ താമസിക്കുന്ന വീട്. മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച്. ദൈവത്തിന് സ്തോത്രം. മാതൃകാ കുടുംബത്തിന്റെ മൂന്നാമത്തെ ലക്ഷണം എന്താ? 12:13. ഞാൻ യഹോവയാകുന്നു, ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ദൈവത്തിന് സംഹാരകൻ തൊടുകയില്ല. കാരണം എന്താ കാരണം? രക്തം, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം അടയാളമുണ്ട്. കൊതിക്കണം നിങ്ങളത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് യഹോവയായി ദൈവം പറയുകയാണ്, സംഹാരദൂതൻ സംഹാരം താണ്ഡവുമായി വരുമ്പോൾ അവിടുന്ന് മാറിപ്പോകും. കാരണം അവിടെ രക്തത്തിൻ്റെ അടയാളമുണ്ട്. ഇപ്പം നമ്മുടെ കോലഞ്ചേരി പ്രദേശത്ത്, അല്ലെങ്കിൽ വഴുന്നൂർ പ്രദേശത്ത്, അല്ലെങ്കിൽ പാമ്പാക്കട പ്രദേശത്ത് ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ഈ കുമ്പനോട് പ്രദേശത്ത്, ദൈവമക്കളെ, അനേക സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വലമ്പൂർ പ്രദേശത്ത് അനേക വീടുകളുണ്ട്. അവിടെ നിന്നെല്ലാം ബഹളവും കോലാഹലവും മദ്യത്തിൻ്റെ ലഹരിയുടെ ദുർഗന്ധവും അതുപോലെ തമ്മിത്തല്ലും എല്ലാം കേൾക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ദൈവം സുഗന്ധം മണക്കുന്നു. കാരണം അവിടെ ആരാധനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ശത്രു അവിടെ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവരെ തകർക്കണം. ഏതായാലും ഇവരൊരു സമയത്ത് കള്ളുപിടിച്ച് തോന്നിവാസം തല്ലിപ്പൊളിയന്മാരായി ജീവിച്ച യുവാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന വീടല്ലേ ഇത്. ഇപ്പോൾ അവിടുന്ന് പ്രാർത്ഥനയും സ്തുതിയും സന്തോഷത്തിൻ്റെ ധ്വനിയും ഉയരുന്നു. അതിനെ തകർക്കണം. ചെന്ന് നോക്കും, അടുക്കാനൊക്കില്ല. കാരണം കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം. നിർബന്ധമായി നിങ്ങളുടെ വീടുകളിൽ രക്തത്തിൻ്റെ അടയാളം ഉണ്ടായിരിക്കണം. വീടിൻ്റെ കട്ടിലപ്പടിമേൽ ചന്ദനത്തിൻ്റെ കുരിശടയാളം ഇടുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. കാൽവറിയിലെ കർത്താവായി യേശുക്രിസ്തുവിന്റെ രക്തം വാർന്നൊലിക്കുന്ന കാൽപാദം ചുംബിക്കുമ്പോൾ നിന്റെ നെറ്റിമേൽ ആ അടയാളം വരും.
ഊഹാഭോഗം എന്നല്ല നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാവിലെയും ആ രക്തം മാർന്നൊലിക്കുന്ന, ചൂട് രക്തം മാർന്നൊലിക്കുന്ന ആ പൊന്നു കർത്താവിൻ്റെ കാൽപാദം ഒന്ന് മുത്തിക്കൊണ്ട് പാവപ്പെട്ട അടിയൻ എഴുന്നേറ്റത്. ആ പച്ചരക്തം വറ്റിപ്പോയിട്ടില്ല. നീ മുത്താമോ, ആ രക്തം നിന്റെ നെറ്റിമേൽ വരും, നിന്റെ ചുണ്ടിൽ വരും. നിങ്ങൾക്ക് ധൈര്യമുണ്ട് പറയാൻ, കർത്താവ് എൻ്റെ സകല അവയവങ്ങളിലും രക്തമടയാളം ഇട്ടു, ഞാനതിനെ വിശുദ്ധിയോടെ കാക്കാം. ഓരോ അവയവത്തിൽ കൂടി, ഒരു കണ്ണിൽ കൂടിയും കയ്യിൽ കൂടിയും നാവിൽ കൂടിയും ചെവിയിൽ കൂടിയും സാത്താന് കടക്കാൻ ഒക്കില്ല. കാരണം അവൻ നോക്കുമ്പോൾ രക്തത്തിൻ്റെ അടയാളം. എല്ലാ വീടുകളിൽ നിന്നും കരച്ചിലും അങ്കലാപ്പിൻ്റെ നിലവിളിയും ഉയർന്നപ്പോൾ ഇവിടുന്ന് ആരാധന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സാത്താൻ ഇന്നും ഏതെങ്കിലും വീടുകളിലും വ്യക്തികളിലും കയറാനായിട്ട് നോക്കുന്നു. ഞാനൊരു വാചകം എന്നോട് ചേർത്ത് എഴുതി വെച്ചു. സാത്താൻ ശക്തിയോട് പ്രവർത്തിക്കുകയാണ്. ഒരു വ്യക്തി, നല്ല വാർദ്ധക്യത്തിൽ, ആരെന്ന് പറയുന്നില്ല, ദൈവത്തിൻ്റെ സ്തോത്രം, നല്ല പ്രായമായല്ലോ, നല്ല പ്രായമായല്ലോ, എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഇത്രയൊക്കെ എബോവ് 90. ഓ, നല്ല പ്രായം. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. സാറേ, എനിക്ക് നല്ല പ്രായമായി, എനിക്ക് പലതിനും കഴിവില്ല, പക്ഷെ എൻ്റെ അകത്തിരിക്കുന്ന ചെകുത്താൻ നല്ല ചെറുപ്പമാണ്. ഞാൻ ആദ്യമായിട്ടത് കേൾക്കണേ. സാറേ, എനിക്ക് പറ്റില്ലാണ്ടായി, നടന്നാൽ വേച്ചൊക്കെ പോവും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല വാർദ്ധക്യത്തിലാണ് ഞാൻ, പക്ഷെ എൻ്റെ അകത്ത് കയറിയിരിക്കുന്ന സാത്താനുണ്ടല്ലോ, അവൻ ഇന്നും നല്ല ചെറുപ്പത്തിൻ്റെ, യുവത്വത്തിൻ്റെ ശക്തിയാണ്. തിരിച്ചറിയുന്നൊരു വ്യക്തി, സഹോദര, അകത്തെന്താണ്? കുഞ്ഞാടിൻ രക്തം വരട്ടെ അകത്തേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് യെരൂശലേം ദേവാലയം പോലെ ശുദ്ധീകരണം പ്രാപിക്കും. രക്തമടയാളമുള്ള വീട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ രക്തമടയാളം കിട്ടിയാൽ ഒരു കാര്യം നടക്കും. 4-ാമത്തെ അടയാളം എന്താ? 4-ാമത്തെ അടയാളം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം നിങ്ങൾക്കറിയാമല്ലോ. 2-3 വാക്യങ്ങൾ വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ. യോഹന്നാൻ 12:2-3. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും വീടാണ്. ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. 4 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു നാറി. എങ്കിലും കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു. ലാസറെ പുറത്തു വരിക എന്നുള്ള അധികാരമുള്ള ശബ്ദം, ജീവന്റെ മേലുള്ള അധികാരം, മരണത്തിൻ്റെ മേലുള്ള അധികാരം. ലാസർ പുറത്തു വന്നു. ഹല്ലേലൂയ. ചീഞ്ഞ് അഴിഞ്ഞ് ദുർഗന്ധമമിച്ച് കല്ലറയിൽ കിടന്ന വ്യക്തി ഇപ്പോൾ കർത്താവിനോടുകൂടെ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതാണ് ദൈവമക്കളെ അത്ഭുതകരമായ രൂപാന്തരം, അത്ഭുതകരമായ രൂപാന്തരം. ഹല്ലേലൂയ. യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ മതി. വചനത്തിൽ അടിസ്ഥാനം ഇട്ടതായിരിക്കുന്ന വീട്. നിങ്ങൾ ഇതിലൊന്ന് വിശ്വസിച്ച്, എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. ആ ലാസറിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന സർവശക്തനായ ദൈവം അതേ ശക്തിയോടുകൂടി ഇന്നും നമ്മുടെ കൂട്ടായ്മയെ നയിച്ച് ഭരിച്ച് നിയന്ത്രിച്ചു കൊണ്ടു നടക്കുന്നു. ആ കർത്താവിൻ്റെ ഏകശക്തിയിൽ മാത്രമാണ് ഈ വാർദ്ധക്യത്തിലേക്ക് വന്ന് പാവപ്പെട്ട അടിയൻ ഇവിടെ നിൽക്കുന്നത്. ഒരൊറ്റ ശക്തി മാത്രം, വേറെ ഒന്നിലേക്ക് നോക്കിയാൽ ശക്തിയില്ല. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം അടുത്ത വാക്കെന്താ? സകലത്തിലും, ദൈവത്തിൽ സകലത്തിലും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ്റെ രക്തത്തിൻ്റെ ശക്തി സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തത്തിൻ്റെ അടയാളമുള്ള ദൈവമക്കളുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ സുഗന്ധം മണക്കും, വിശുദ്ധിയുടെ സുഗന്ധം മണക്കും. കള്ള് മണത്തുകൊണ്ടിരുന്നതായിരുന്നു, കഞ്ചാവ് മണത്തുകൊണ്ടിരുന്നതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചീത്ത വാക്കുകൾ ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴോ ഹല്ലേലൂയ, കൊതിയില്ലേ ദൈവമക്കളെ അത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തിൻ്റെതായ ആനന്ദത്തിൻ്റെ മണവറ. ഞാനൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ആരും മറക്കരുത്, വീട്ടിൽ ചെന്ന് എഴുതി വെച്ചാലും വേണ്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട് കൊച്ചു കൊച്ചു സ്വർഗമായാൽ മാത്രമേ നിത്യത നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും കേട്ടോ അത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു വീട് കൊച്ചു കൊച്ചു പറുദീസയായി സ്വർഗമായി തീർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യസ്വർഗത്തിൽ പാർപ്പിടം കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ ഇപ്പൊ കാണാം വർക്കിംഗ് മാർത്ത ആൻഡ് ദി വർഷിപ്പിംഗ് മേരി. ഹല്ലേലൂയ. ആൻഡ് ദി വിറ്റ്നസിംഗ് ലാസർ. മറിയ കാൽക്കലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ദി വർഷിപ്പിംഗ് മറിയ.
അടുക്കളയിൽ ജോലിയൊക്കെയാണ് മാർത്ത, ദി വർക്കിംഗ് മാർത്ത. പിന്നെ ലാസറോ, ദ വിറ്റ്നസിങ് ലാസർ. ലാസർ പ്രസംഗിക്കൊന്നും വേണ്ട, ലാസർ പ്രസംഗിക്കുന്നു. എൻ്റെ ദൈവം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയല്ലേ കൊണ്ട് അടക്കിയത്. വാതിലടയ്ക്കാൻ ഞങ്ങളല്ലേ ആ കല്ല് 20 പേര് കൂടിയാൽ അതിൻ്റെ കല്ലറയുടെ വാതിൽ ഉരുട്ടി അടയ്ക്കാൻ പറ്റുകയുള്ളൂ. അത് ഉരുട്ടി അടയ്ക്കാൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് പിടിച്ചത്. ഇപ്പം അവനോട് വീട്ടിൽ നിൽക്കുന്നു, മേശയിൽ കർത്താവിനോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതല്ലേ സാക്ഷ്യം, അതല്ലേ സാക്ഷ്യം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. എനിക്ക് 1-2 കാര്യങ്ങൾ വേഗം പറയാനുണ്ട്. അടുത്ത വാക്യം വായിച്ച്, മർക്കോസിന്റെ സുവിശേഷം 15-21 വാക്യം വായിച്ച്. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ആ വ്യക്തി നിങ്ങൾക്കറിയാമോ? കുറേനക്കാരനായ ശീമോൻ കർത്താവായി യേശുക്രിസ്തു ക്രൂശും ചുവന്നുകൊണ്ട് പ്രാഞ്ചി വേച്ചു വീണ്. അപ്പോൾ പട്ടാളക്കാരടിക്കും, പിന്നെ ഒന്ന് എഴുന്നേക്കാൻ നോക്കും, പിന്നെയും പോയി വീഴും. ദൈവത്തിൻ്റെ സ്തോത്രം. കുറേനക്കാരനായ ശീമോന് സഹതാപം തോന്നി, കർത്താവിൻ്റെ ക്രൂശൊന്ന് താങ്ങി, ആ രക്തം മാറുതലിക്കുന്നതായ ക്രൂശൊന്ന് താങ്ങി. ശീമോൻ വാച്യാർത്ഥത്തിൽ രക്തം നനഞ്ഞ ക്രൂശിനെ പിടിച്ചു. എന്തുണ്ടായി വായിച്ച്? അടുത്ത നിങ്ങൾക്കറിയാമല്ലോ, റോമർ 16:11 വായിച്ച്. റോമർ 16-ാം വാക്യത്തിൽ അലക്സാണ്ടറിൻ്റെ രൂപസനായിരിക്കുന്ന അപ്പനായിരിക്കുന്ന ആ കുറേനക്കാരനായ ശീമോൻ, ദൈവത്തിന്റെ സ്തോത്രം. എന്തായി മക്കളെന്തായി വായിച്ച്? കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയും വന്ദനം ചെയ്യുകയും. എല്ലാവരും കേട്ടോ? അത് നിങ്ങൾ കൊതിയോടെ, കർത്താവേ ഇതെൻ്റെ ആയുസ്സിൽ എനിക്ക് സാധിപ്പിച്ചു തരണം. അപ്പന്മാര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങിയാൽ നിങ്ങളുടെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി മാറും. ദൈവത്തിന് സ്തോത്രം. അമ്മമാര് തീമോത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയും പോലെ വിശ്വാസ വീരന്മാരായി നിന്നാൽ മക്കൾ കർത്താവിൻ്റെ സുഗന്ധം പേർന്നവരായി മാറും. വേറെ ഒരു കുറുക്കുവഴിയില്ല. കർത്താവിൽ പ്രസിദ്ധരായ മക്കളുള്ളതായ വീട്. പക്ഷപാതക്കാരനെ ഇറക്കി വെച്ചതായ വീടിനെ കുറിച്ച് പറയും, യേശു ആ ഭവനത്തിലുണ്ട് എന്ന് ശ്രുതിയായി. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടെന്നോ, അവിടെ വലിയ എഞ്ചിനീയർ ഉണ്ടെന്നോ, അയ്യോ അവിടെ 5 ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ടെന്നോ, ഇതൊന്നുമല്ല. ഒരൊറ്റ പ്രസിദ്ധി മതി, ഒറ്റ ചെറ്റപ്പെരിയ ഒറ്റമുറി ആയിക്കൊള്ളട്ടെ. ഓ, തേജവനായ യേശുവുള്ള വീട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ശ്രുതി പരത്താൻ നിങ്ങൾക്ക് തീരുമാനിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യരെടുത്ത് 5-ാം വാക്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ ലക്ഷണങ്ങളുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ ഉറപ്പായി നിങ്ങൾ ധൈര്യത്തോടെ പ്രത്യാശ വെച്ചു ഒരു സ്വർഗഭവനം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും. നിങ്ങളൊരിക്കൽ കേൾക്കുമ്പോൾ മാത്തുക്കുട്ടി സാറ് ഇവിടെ നിന്ന് വചനമൊക്കെ പറയാറുണ്ട്, പിന്നീട് പറ്റില്ലാണ്ടൊക്കെ ആയി. ഇപ്പോൾ ആ ഭവനം അഴിഞ്ഞു പോയി കേട്ടോ, തീർന്നു. പക്ഷെ ഒരു പാർപ്പിടം എൻ്റെ പൊന്നു കർത്താവ് ഈ പാവപ്പെട്ട അടിയന് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും. സ്വന്തം വീട്ടിൽ ചെല്ലണ്ടേ മക്കളെ? നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. തീരുമാനിച്ചോ നിങ്ങൾ? ആ കുറേനക്കാരനായ ശീമോൻ ദൈവം കെട്ടിപ്പിടിച്ചതായ അതേ കുരിശ്, 2 കള്ളന്മാരുടെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തം വാർന്നലിച്ച് കിടക്കുന്ന ക്രൂശിനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ വിശ്വാസത്തിന്റെ കരം കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു വാക്ക്, എൻ്റെ യേശുവേ ഞാനും എൻ്റെ കുടുംബമോ നിന്നെ സേവിക്കും. ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബമോ നിന്നെ സേവിക്കും. എൻ്റെ ചങ്കിനകത്തേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇന്ന് യേശുവിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ വീടൊരു കൊച്ചു സ്വർഗമാക്കി ഞാൻ കാത്തു സൂക്ഷിക്കും. അതിന് കൃപ വന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.